പിന്നെ ചങ്ങായി പെണ്ണൊന്നും ശരിയായിട്ടൊന്നുമില്ല. 10-18 ദിവസമായി ഇപ്പൊ വന്നിട്ട് 10-11 പെണ്ണിനെ കണ്ടും ചെയ്തു. എന്നോട് പറയാൻ ചങ്ങായി ഒന്നും ശരിയാവണില്ല. ഒരു പെണ്ണിനെ പോയി കണ്ടു. അപ്പോ ഓള് ഡിഗ്രി കഴിഞ്ഞിരിക്കണു. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. ഓള് പറഞ്ഞു പിന്നെ ബി.എഡും കൂടി ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, അത് കഴിഞ്ഞിട്ട് കല്യാണം പോരെ, ഇപ്പൊ ഉറപ്പിച്ചിട്ടാ പോരെ. ചങ്ങായി ബി.എഡ് പണ്ടൊക്കെ ഓരല്ലേനും, ഇപ്പൊ 2 കൊല്ലം അത്രേ. അത് നടക്കൂല എന്ന് പോന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ പെണ്ണിനെ കാണാൻ പോയി. വേറെ പെണ്ണിനെ കാണാൻ പോയപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയറാ. ഓൾ എന്നോട് പറഞ്ഞു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, അതുവരെ ഉറപ്പിച്ചിട്ടാ പോലെ. പിന്നെ അങ്ങനെ അതും നടന്നില്ല ചങ്ങായി. അങ്ങനെ അങ്ങനെ ഓരോ പെണ്ണിനും പോയിക്കാണ്ട് ഇങ്ങനെ കാണാം. ഇപ്പൊ ഞാന് പിന്നെ ഇപ്പൊ പെണ്ണുണ്ട് കാണ്ട് വരികയാണ്. ഇപ്പൊ അതെ ബൈക്കുമ്മലേ വരും. ഞാനിപ്പോ പിന്നെ കാറിലൊന്നും പോക്കില്ല. കാറിലൊന്നും പോയി കഴിഞ്ഞാൽ എണ്ണ പൈസ മുതലാണെങ്കിൽ. അപ്പൊ ഞാൻ ഇപ്പൊ ആ ബംഗളൂരിന്റെ അടുത്തുണ്ട് ഒരു ഹോണ്ട ആക്റ്റീവ, അതേറ്റ പോക്ക്. ഇപ്പൊ വളാഞ്ചേരിക്ക് പോയി. എന്റെ പേര പിന്നെ ഈ കുറ്റിപ്പുറോട്ടിനല്ലേ, അല്ല കോഴിക്കോട് റോട്ടിനല്ലേ. ഇത് പെണ്ണ് കുറ്റിപ്പുറോട്ടിനാണ്. കുറ്റിപ്പുറോട്ടിനാണ് പോയിട്ട് പിന്നെ വലത്തെ ഭാഗത്തേക്ക് ഒരു കയറ്റം കയറിയിട്ട് വലത്തെ ഭാഗത്തേക്ക് റോഡുണ്ട്. അവിടെയാണ് ആ പെണ്ണ്. അപ്പൊ ഞാൻ ബ്രോക്കറോട് ആദ്യം തന്നെ ചോദിച്ചിരുന്നു ഓൾ എന്തെങ്കിലും പഠിക്കണുണ്ടോ, ഡിഗ്രി ആണോ പി ജി ആണോ എന്നൊക്കെ. ബ്രോക്കർ പറഞ്ഞു അതൊന്നല്ല, വേറെന്തോ പഠിക്കണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചെന്നു പെണ്ണിനോട് ചോദിച്ചു പിന്നെ ഓളെന്താ പഠിക്കണ വെച്ചാൽ എന്താ ഫിസിയോതെറാപ്പിയോ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു. 4 കൊല്ലം എത്ര കോഴ്സ്. അതില് ഓളിനോട് ചോദിച്ചു നിങ്ങൾ ഏതുവരെ പഠിച്ചിക്കണോ ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു +2 വരെ പഠിച്ചിരിക്കുന്നു. +2 കഴിഞ്ഞിട്ട് അപ്പോൾ +2 കഴിഞ്ഞിട്ട് ചോദിച്ചു. അത് ഞാൻ കുറച്ച് സ്റ്റൈലാക്കിയിട്ട് കുറച്ച് സ്റ്റാൻഡേർഡായി പറഞ്ഞു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഞാൻ 5-6 കൊല്ലം ഗൾഫിലേന്ന് പറഞ്ഞു. അതില് +2 ജയിച്ചോ തോറ്റോ എന്ന് ചോദിച്ചോളൂ. അത് ഞാൻ പറഞ്ഞു തോറ്റു പറഞ്ഞു. അതിൽ ഓൾ എന്നോട് എടുത്തേക്ക് തന്നെ ആയിക്കോട്ടെ എന്നാ ഇപ്പൊ നമ്മളോട് വിവരം പറയുന്നത്. നമ്മൾ ഈ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞാണ്ടാവുമല്ലോ HR വിൽ കോണ്ടാക്ട് ചെയ്യുമെന്ന്, അതേമാതിരി. അത് ശരിയായില്ല. പിന്നെ ഓളെ മോൻ കണ്ടപ്പോ തന്നെ മനസ്സിലായിക്കോണം നമ്മളെ സമ്മർദ്ദം ഓൾക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ചെങ്ങായി ഇവിടുത്തെ അവസ്ഥ. സമീറിനോടൊക്കെ ഒന്ന് പറഞ്ഞാളെ എന്ത് ഈ പിന്നെ താടി കൂർപ്പിച്ചുകൊണ്ട് താടിമ ഇങ്ങനെ വരച്ചുകൊണ്ടൊന്നും പെണ്ണിട്ടൂല. വല്ല കോഴ്സിനും ചേരാൻ പോരെ കേട്ടോ. പിന്നെ ഇജ്ജൊരു കാര്യം ചോദിച്ചാൽ കരീമാക്കാടൊന്ന് പറയോ, കരീമാക്കാടൊന്ന് ഞാൻ വരുന്നില്ല, എന്റെ പാസ്പോർട്ട് അയച്ചെന്നാലും ഒന്ന് ക്യാൻസൽ ആക്കി തരുമോന്ന്. പിന്നെ ഞാൻ വിളിച്ച ചങ്ങായി അയാൾ പറയും പിന്നെ അത്ര ചിലവായിക്കണു ഇത്ര ചിലവായിക്കണു ഇങ്ങനെ വർത്താനം പറയും. അതുകൊണ്ടാണ്. മൂപ്പർക്ക് അറിയില്ലല്ലോ ഇപ്പൊ ഇത് 2 പെണ്ണിട്ട് മൂപ്പർക്ക് അറിയില്ലല്ലോ നമ്മള് ഈ പെണ്ണെട്ടാത്തവന്റെ അവസ്ഥ. പിന്നെ ഇത് കടിയിൽ ഞാൻ ഏതായാലും +2ന്റെ തുല്യതാ കോഴ്സിന് പോവാണ്. ഇത് കടിയിൽ ഞാൻ ആരോടും പറയാൻ നിൽക്കണ്ട, ഞാൻ +2ന്റെ തുല്യതാ കോഴ്സിന് പോവാണ്. പണ്ടത്തെ മാരൊന്നുമല്ല അങ്ങനെ ഒരു രക്ഷയില്ല മലപ്പുറത്ത്. എല്ലാം മാറിയിരിക്കണു. പിന്നെ എല്ലാവരും മാറിയിരുന്നു, പെൺകുട്ടികളൊക്കെ മാറിയിരിക്കണു. ആകെ മാറാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ചെല്ലുമ്പോ ഉണ്ടല്ലോ ആ ചായയും ആ പട്ടി ബിസ്ക്കറ്റ് പാർലേജിന്റെ അത് തന്നെയാണല്ലോ ഓർത്തും. ഒരു പരിന്ന് മാത്രം 20-20 കിട്ടി. അത് ഒരു പീടി പോയിട്ട് പിന്നെ പാർലേജ് ഇല്ലാത്തോണ്ട് വാങ്ങിയത് കൊണ്ടു എന്താ അറിയില്ല. ഇജേതായാലേ പിന്നെ മനോക്കോടൊന്ന് വിളിച്ചുകാണ്ട് പിന്നെ ഒന്ന് പറയട്ടോ. ഞാൻ ചെക്കന്മാരോട് ആരോടും പറയണ്ട ഞാൻ തുല്യതാ കോഴ്സിന് പോവാന്ന്. ഓക്കെ, വോയിസ് കേട്ടിട്ട് ഇവിടെ ഏതായാലും ഞാനിപ്പത് സ്വിച്ച് ഓഫ് ആനേക്കും കേട്ടോ. അസ്സലാമു അലൈക്കും.